ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചക്കക്കാലമൊക്കെ ആയല്ലോ അല്ലേ, ഇനി ഇടിച്ചക്ക സുലഭമായി നമുക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടിച്ചക്ക തോലൊക്കെ ചെത്തി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടിച്ചക്ക വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോവരുത്, ഇതേ പരുവത്തിൽ വേണം ചതച്ചെടുക്കണം. അപ്പോൾ എനിക്ക് കുക്കർ ഇവിടെ 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടിച്ചക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതും അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ഒരു ചട്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. അപ്പോഴാണ് ഇടിച്ചക്കത്തോരൻ നല്ലൊരു ടേസ്റ്റ് വരിക. അത് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണയിലൊന്ന് വെന്ത് വരണം. അപ്പോഴാണ് കൂടുതൽ ഇടിച്ചക്ക തോരൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തേങ്ങ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കാലമൊക്കെ വരാൻ പോവാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.